നമസ്കാരം. മൈസൂരുവിലെ ഹോസ്റ്റലുകളിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാരം വിതരണം ചെയ്ത സംഭവത്തിൽ കടുത്ത നടപടിയുമായി കർണാടക സർക്കാർ. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ മെസ് അടപ്പിച്ചു. കൺസൾട്ടൻസിയുടെ ലൈസൻസും റദ്ദാക്കി. വിഷയത്തിൽ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP കർണാടക ആരോഗ്യവകുപ്പ് മന്ത്രി ദിനേശ് ഗുണ്ടുറാവുവിനെ വിളിച്ചിരുന്നു. പിന്നാലെയാണ് കർണാടക സർക്കാർ നടപടി സ്വീകരിച്ചത്. കുട്ടികൾക്ക് പകരം ഭക്ഷണം ഏർപ്പെടുത്തുമെന്ന് സർക്കാർ അറിയിച്ചു. മെസ്സിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. മെസ്സിലെ സാമ്പിളുകൾ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഫലം വന്ന ശേഷം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് കർണാടക ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കി. ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസാണ് 5 കോളേജുകളിൽ ഭക്ഷണം എത്തിച്ചിരുന്നത്. 5 കോളേജുകൾക്കായി ബദൽ ഭക്ഷ്യവിതരണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കോമൺ മെസ്സിൽ നിന്ന് എത്തിക്കുന്ന ഭക്ഷണമാണ് ശുചിത്വമില്ലാത്ത രീതിയിൽ വിളമ്പിയത്. കോഴിക്കറിയിൽ തൂവലും ചോരയും, ചപ്പാത്തിയിൽ നിന്ന് പ്ലാസ്റ്റിക്കും, ചോറിൽ നിന്ന് പാറ്റയും കെട്ടിയതായി വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിരുന്നു. മെസ് ഫീയായി വാങ്ങുന്നത് പ്രതിവർഷം 80,000 രൂപയാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണം കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിരുന്നു. ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത് പതിവായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. കൂടുതൽ ചോദ്യം ചെയ്താൽ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വന്നിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. ഇന്റേണൽ മാർക്ക് കട്ട് ചെയ്യും, സർട്ടിഫിക്കറ്റുകൾ നൽകില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. വിദ്യാർത്ഥികൾ പകർത്തിയ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന ഏജൻസി കോളേജുകളുമായി ഒത്തുകളിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ ഒന്നടങ്കം പറയുന്നു. മലയാളികൾ തന്നെയാണ് ഈ മെസ്സ് നടത്തിയിരുന്നതും. തങ്ങൾ കഴിക്കുന്ന പഴകിയ ഭക്ഷണത്തിൻ്റെയും അതിലെയും മാലിന്യങ്ങളുടെയും ചിത്രങ്ങൾ സഹിതമാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന മാഫിയയ്ക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് രക്ഷിതാക്കളുടെയും ആവശ്യം.